ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും കൃപയും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 967 നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിനും അവിടുത്തെ പുത്രനായ ഈശോ മിശിഹായുടെ രക്ഷാകര പ്രവൃത്തിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഓരോ പ്രചോദനത്തിനും തികച്ചും വിധേയായി നിന്നുകൊണ്ട് സഭയ്ക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉത്തമയായ മാതൃകയാണ്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിനും പുത്രനായ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്കും രക്ഷാകര പ്രവർത്തനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ ഓരോ പ്രചോദനത്തിനും തികച്ചും വിധേയായി നിന്നു എന്നുള്ളത് മറിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുവഴി അവൾ സഭയ്ക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാതമായ ഒരു മാതൃകയായി മാറി. പ്രിയ സഹോദരങ്ങളെ, മറിയം സഭയ്ക്ക് തികച്ചും മാതൃകാപരമായ സാക്ഷാത്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ഉത്തമമായ മാതൃകയുമാണ്. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ത്രിയേക ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാനും ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവമെല്ലാം അറിയുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. സഹനത്തിൻ്റെ വേളകളിലും അടിപതറാതെ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. അവിടെ ഈ ഭാഗങ്ങളിൽ നമ്മൾ എടുത്തു കാണുന്നത് മറിയം അനുസരണയുള്ളവളായിരുന്നു. അവൾ എളിമപ്പെട്ട് നിന്നു, വിധേയപ്പെട്ട് നിന്നു. അതുപോലെ തന്നെ എളിമയുടെ വലിയ പ്രതീകമായി കാണുകയാണ്. നമ്മുടെ ജീവിതത്തിലും എളിമയും വിധേയത്വവും അനുസരണവും ഉണ്ടാകുവാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുടെ മേലും പരിശുദ്ധാത്മാവിന് അഭിഷേകം കൊണ്ട് നിറയുവാനും പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിന് വേണ്ടി ആ ദിനത്തിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന, നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ മക്കളുടെ മേലും പരിശുദ്ധമായ കടാക്ഷം ഉണ്ടാകട്ടെ. അമ്മ ഓരോ മക്കൾക്കും വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.